സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് അന്ന് എനിക്ക് തോന്നുന്നു നൈറ്റ് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് കുറെ മുന്നേ എനിക്കൊന്ന് സമയത്തായിട്ടാന്നോ അന്ന് രാത്രി ചെറിയ രണ്ടെണ്ണൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയം അജു രാവിലെ നൈറ്റ് ഷൂട്ട് കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ എത്തി 2 മണിയൊക്കെ കഴിയുമ്പോൾ എത്തി പാക്കപ്പായി എത്തി രാത്രി വന്നിട്ട് രണ്ടെണ്ണം പടയന്ന് അടിച്ച് ഞാൻ റൂമിൽ പോയി അപ്പോൾ 5:30 മണിയൊക്കെ ആയപ്പോഴേക്കും ഈ രാത്രിത്തെ ചിലവർക്കൊക്കെ ഭക്ഷണം വെച്ചിട്ടുള്ള കാരിയറും ഉച്ചക്കൊക്കെ ഷൂട്ടിന്റെ കാരിയറൊക്കെ എടുക്കാൻ വേണ്ടി രാവിലെ ആൾക്കാർ വരും. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളൊരു അസിസ്റ്റന്റ് ഉണ്ട്. അപ്പൊ പുള്ളി അജുവിനെ വിളിക്കാൻ വേണ്ടി പിറ്റേ ദിവസം രാവിലെ ഷൂട്ടിന് വരുമ്പോൾ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കാരിയർ എടുക്കാൻ വരുന്ന ആളുണ്ടല്ലോ, ഓക്കെ, ഈ കാരിയർ എടുക്കാൻ വരുന്ന ആള് അജുവിന്റെ കിടക്കയിൽ ഇങ്ങനെ കിടക്കുക, അജു നിലത്ത് കിടക്കുക. പുള്ളി കാരിയർ എടുക്കാൻ വന്നതാ ഭക്ഷണത്തിന്റെ ബാ എന്ന് പറഞ്ഞ വിളിച്ച് ആ ജോലി ചെയ്യാനിരുന്ന പുള്ളിനെ 2 അടുപ്പിച്ചിട്ട് പുള്ളിന്റെ ബെഡിൽ പുതപ്പിച്ച് കിടത്തിയിരിക്കുക. പുള്ളി ബോധമൊക്കെ പോയി പുള്ളി അവിടെ കിടക്കുക, അജു അതിന്റെ താഴെ നിലത്ത് കിടക്കുക. ഈ പുള്ളി പോയിട്ട് വേണം അവിടെ ഈ കാരിയറും ഇതൊക്കെ കൊണ്ട് പോവാൻ. അപ്പോ സഹജീവികളെ ഇത്രയധികം സ്നേഹിക്കുന്ന മനുഷ്യൻ ഉണ്ടാവില്ല അല്ലെ. ഇനി അജുവിനോട് ഈ കഥ ചോദിക്കാൻ പറയും ആക്ച്വലി ഇത് സംഭവിച്ചത് ധ്യാന്റെ ജീവിതത്തിലാണെന്ന് പറയും. പറഞ്ഞേക്കാം, പറയാം, ഞാനൊന്ന് സമ്മതിക്കാൻ വേണമെങ്കിൽ. അതെ അല്ലേ. ശരി, അപ്പൊ സ്റ്റാർ നമ്പർ 2 വരട്ടെ. അയ്യോ, റോസ്റ്റ് ചെയ്യാനല്ല, നീരജിന് ഇപ്പൊ അടുത്ത് ഞാൻ കേട്ട കാര്യമാണ്. നീരജിന് ഇപ്പൊ ഞാൻ കണ്ടിട്ട് ഇപ്പം എൻജെ ആയി മറ്റേ പാടിക്കൊണ്ടിരുന്ന സമയത്തിന് ശേഷം ഞാൻ കണ്ടിട്ടേ ഇല്ല നീരജിന്. കുറെ ഞങ്ങള് കണ്ടിട്ട്. കാരണം ഇപ്പൊ അവൻ എപ്പോഴും ബോംബെയിലാണ്. ഇപ്പൊ എറണാകുളത്തുണ്ടെങ്കിലും ബോംബെയിലാണെന്നാണ് പറയുന്നത്രേ. അപ്പൊ ബോംബെയിലാണത്രേ പുള്ളി ഇപ്പം ബേസ് ഒക്കെ. കാരണം അവൻ മറ്റേ നെറ്റ്ഫ്ലിക്സിനും ഇതിനു വേണ്ടിട്ടൊരു സാധനം ചെയ്തു, ആമസോണിന് വേണ്ടി ഇത് ചെയ്തു. അപ്പൊ നീരജിനെ പറ്റി പെട്ടെന്ന് ഓർക്കുവാണെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈമ അവാർഡ്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഇത് ഞാൻ കണ്ട കാര്യം കണ്ടല്ല, അജു കണ്ടിട്ട് എന്നോട് പറഞ്ഞ സൈമ അവാർഡ്സ് ഫംഗ്ഷൻ നടക്കുക, സിംഗപ്പൂര് നടക്കുക. അന്ന് നിവിനുണ്ട്, അജു ഉണ്ട്. അപ്പം അന്ന് ഒരു ആഫ്റ്റർ പാർട്ടി ഉണ്ടാവുമല്ലോ, പാർട്ടി. അപ്പോൾ അന്നത്തെ വലിയ സ്റ്റാർസ് തെലുങ്കിൽ നിന്നൊക്കെയുള്ള അല്ലു അർജുൻ്റെയോ അങ്ങനെ ആരുടെ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് വലിയ പാർട്ടി, ആഫ്റ്റർ പാർട്ടി. അപ്പൊ അന്ന് മലയാളത്തിൽ നിന്നുള്ള ആൾക്കാരൊന്നും അടുപ്പിക്കുന്നില്ല, മലയാള സ്റ്റാർസിനൊന്നും ആർക്കും വേണ്ടത്ര. നിവിനുണ്ട്, മെയിൻ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ നിവിന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ അജുനെ വിളിച്ചോണ്ടാ നീ വാന്ന് പറഞ്ഞിട്ട് അപ്പം മലയാളത്തിൽ നിന്ന് ആരുമില്ല. അപ്പൊ നിവിന് പറഞ്ഞടാ ഇവിടെ നമ്മള് മലയാളികൾ ആരും ഇല്ല, ആരും അടുപ്പിക്കുന്നില്ല, അവരുടെ ആൾക്കാരൊക്കെ ഉള്ള മാത്രമേ ഉള്ളൂ, നീ ഒന്ന് വാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു വരുന്നു. അജു ഈ പറയുന്ന സ്ഥലത്തേക്ക് അപ്പം ബൗൺസേഴ്സും ബോഡി ഗാർഡ്സ് ഒക്കെ നിൽക്കുക, റാണയുണ്ട്, അല്ലു അർജുനുണ്ട്, ഇവരൊക്കെ നിൽക്കുന്ന സമയത്ത് അജു നിവിന് പറഞ്ഞിട്ടാ ഞാൻ നിവിന്റെ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞ കം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അജുവിന് അകത്തോട്ട് കയറി പോകുന്ന സമയത്ത് അവിടെ കുറെ ആൾക്കാർ ഇങ്ങനെ കൂടി നിന്നിട്ട് ഭയങ്കര തിരക്ക് അവിടെ. അപ്പൊ അവിടെ എനിക്കൊന്ന് തൃഷ ഇവര് അങ്ങനത്തെ സമാന്ത വലിയ വലിയ ആൾക്കാരൊക്കെ ഡാൻസ് കളിക്കുക. ഈ ഒരു ഡാൻസ് കളിക്കുന്ന സമയത്ത് നടുവിൽ ഒരാൾ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട്. ഓക്കെ, ഇവരങ്ങോട്ട് അജു പറഞ്ഞ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നുണ്ട്, ഇതാരാന്ന്. അന്ന് അവിടെ ഡാൻസ് കളിച്ചിരുന്ന വ്യക്തി ഈ മനുഷ്യനായിരുന്നു.